ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും അടിപൊളിയായി ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മട്സുരി ഡേ ആണ്. മട്സുരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെസ്റ്റിവൽ എന്താണ് അർത്ഥം എന്ന് ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഹെറ്റ്വിയും അർജുവേട്ടനും കൂടെ രാവിലെ തന്നെ റെഡി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഫ്രണ്ടിന്റെ വീട്ടിലേക്കായിരുന്നു. കാരണം ബ്രേക്ക്ഫാസ്റ്റ് അവിടെയായിരുന്നു. അവിടെ എത്തിയപ്പോഴേക്കും അവർ നല്ല മസാല ദോശയും തക്കാളി ചട്നിയും ഈ കോക്കനട്ട് ചട്നിയും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തരായി ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഓരോരുത്തരായി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിച്ചവർ വേണ്ടവർക്ക് വേണ്ടിയിട്ട് ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ എത്തിയതിന് ശേഷം ഞാൻ ഹെറ്റ്വിക്ക് ഫസ്റ്റ് തന്നെ ഫുഡൊക്കെ കൊടുത്ത് അവനെ സെറ്റാക്കി ഇരുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം വിശന്ന് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മൂഡ് ആകെ മാറും. അവൻ മാറിയാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാനും ഒന്നും പറ്റത്തില്ല. എല്ലാ ദിവസവും എന്നെ അർജുനും മാത്രം കാണുന്ന ഹെറ്റ്വിക്ക് എല്ലാവരും കൂടെ കൂടുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കളിക്കാനും. അവനെ പോലത്തെ കുറച്ച് 2-3 പിള്ളേരും കൂടെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ കാണുമ്പോൾ കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അപ്പം എൻ്റെ മസാല ദോശ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ സെറ്റാക്കുമ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വീഡിയോ എടുത്തോന്ന് പറഞ്ഞിട്ട്. ഇവിടെ എന്ത് നടന്നാലും ഇപ്പം എൻ്റെ കണ്ടന്റാണ്. നാട്ടിലായിരുന്നപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശ, പുട്ട്, ദോശ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആണല്ലോ. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം ഇതൊക്കെ കണി കാണാൻ പോലും കിട്ടുന്നില്ല. മാത്രമല്ല രാവിലെ ഇതൊക്കെ എഴുന്നേറ്റ് ഉണ്ടാക്കുക എന്നുള്ളതും കുറച്ച് ടാസ്ക്കാണ്. പിന്നെ സാധനങ്ങൾ കിട്ടാനായിട്ടും നല്ല ബുദ്ധിമുട്ടാണ്. എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പോർഷൻ ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു, ഈ ഓഡിയോ ആയിട്ട്. കാരണം പിള്ളേർ കേട്ടിരിക്കുന്നതും അവൾ പാടിക്കൊണ്ടിരിക്കുന്നതും അതൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നത് ഒരു ഭംഗിയാന്ന് തോന്നിയപ്പോൾ അവിടെ തന്നെ വെച്ചു. ഒരു 3-3:30 ആയപ്പോൾ പിന്നെ ഞങ്ങൾ സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. 2 സൈഡും ഒരുപാട് സ്റ്റോളൊക്കെ ഇട്ടിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. ഇത്രയും തിരക്കുണ്ടെങ്കിലും ഒരാൾ പോലും തമ്മിൽ മുട്ടാനോ അതേപോലെ തട്ടിപ്പോവാനോ ഒന്നും നിൽക്കുന്നില്ല. ഈ ഫെസ്റ്റ് നടക്കാനുള്ള ചരിത്രമോ ഇതിൻ്റെ ഐതിഹ്യമോ ഒന്നും എനിക്കറിയില്ല. കാരണം ഞാൻ അതിനെ പറ്റിയിട്ട് പഠിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. പഠിച്ചിട്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊന്നും വ്യൂസും ഇല്ല, ലൈക്സും ഇല്ല, ഒന്നുമില്ല. ഏത് വീഡിയോ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ക്യോട്ടോ പോയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു 2 വർഷം മുമ്പ്. അന്ന് ഞാൻ വീഡിയോസൊക്കെ ചെയ്തത് നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ ആയിരുന്നു. പക്ഷെ അതിനാരും ലൈക്ക് ചെയ്തിട്ടില്ല. വ്യൂസ് കുറഞ്ഞാൽ തന്നെ അറിയാലോ, ലൈക്സ് ഒക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. അന്ന് പഠിച്ച് ചെയ്തതിൽ ഞാൻ ആകെപ്പാടെ വിഷമിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും എഫേർട്ട് ഇട്ടിട്ടായിരുന്നു ഞാൻ ഓരോന്നിൻ്റെയും ചരിത്രവും കാര്യങ്ങളും എല്ലാം ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ വ്യൂവേഴ്സിന് ഈ ചരിത്രത്തിലും അതുപോലെ ഒരുപാട് ഞാൻ എഫേർട്ട് ഇട്ട് പഠിച്ചിട്ട് ചെയ്യുന്ന വീഡിയോസിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല എന്ന്. പിന്നെ ഞാൻ ഡേ ഇൻ മൈ ലൈഫും അതേപോലെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് വീഡിയോ തുടങ്ങി. എന്നാലും അറിയുന്ന ഒരു കാര്യം പറയാം, ഈ ഫെസ്റ്റിൻ്റെ പേര് എന്ന് പറയുന്നത് ഫുസ്സ തനാബത്ത ഫെസ്റ്റ് എന്നാണ് കേട്ടോ. ഈ വീഡിയോ ഞാൻ ഒറ്റ ദിവസം മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. പക്ഷെ 3 ദിവസം കൂടെ ഞാൻ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ബോറടിച്ച് തുടങ്ങും. അതുകൊണ്ട് ഒറ്റ ദിവസം ഒരു വീഡിയോയിൽ ഒതുക്കാമെന്ന് വിചാരിച്ചു. റോഡ് സൈഡിൽ ഇതേപോലെ എല്ലാവരും ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരുടെ കമ്മ്യൂണിറ്റിയുടെ എന്തോ ഒരു സ്പെഷ്യൽ ഡാൻസാണ്. എല്ലാവരും ഒരേ സ്റ്റെപ്പ് ഇട്ടിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം 1-2 മണിക്കൂർ നീണ്ടു നിന്നിട്ടായിരുന്നു ഈ ഒരു ഡാൻസ് ഉണ്ടായിരുന്നത്. കുറേ സമയം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ബോറടിച്ച് തുടങ്ങി. രാവിലെ കഴിച്ചതെല്ലാം ദഹിച്ചും തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഫുഡ് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇറങ്ങി. ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചുറോസ് ആയിരുന്നു. പക്ഷേ ചുറോസ് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. ആ ഒരു ചെറിയ റൗണ്ടിന് 800 യെന്നിൻ്റെ അടുത്തുണ്ടായിരുന്നു. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എക്സ്പെൻസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, എന്നാലും ഫെസ്റ്റ് ആകുമ്പോൾ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. തൊട്ടടുത്ത് തന്നെ ടൊയോട്ടയുടെ എന്തോ ഒരു ഇവൻറ്റും കൂടെ നടക്കുന്നുണ്ടായിരുന്നു. നല്ല മോഡിഫൈഡ് കാർസും അതേപോലെ കുറച്ച് ഫ്ലാഗ്സ് ഒക്കെ ആയിട്ട് അവർ കുറച്ച് പേര് വരുന്നുണ്ടായിരുന്നു. ഹെറ്റ്വിയുടെ കയ്യിൽ അവർ ഫ്ലാഗ്സ് ഒക്കെ കൊടുത്തിട്ട് അവൻ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാമതായിട്ട് ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തോ ഒരു കബാബ് പോലെ എന്തോ ഒരു ഐറ്റം ആയിരുന്നു. സ്റ്റിക്കിന്റെ മേലെ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ചിക്കനാണോ പോർക്കാണോ ബീഫാണോ എന്നാന്ന് എനിക്ക് ഐഡിയ ഇല്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തോ ഒരു പുളി, ഉപ്പ്, മധുരം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ടേസ്റ്റും അതിൻ്റെ കൂടെ ഒരു മയോണൈസും കൂടെ ഉള്ളത് കാരണം വലിയ കുഴപ്പമില്ലാതെ ഞാൻ അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നടക്കുന്ന വഴിയിലെല്ലാം ഇതുപോലെ പ്രോഗ്രാംസ് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഘോഷയാത്ര പോലെയും ഡാൻസ് പോലെയും അതേപോലെ നമ്മളെ നാട്ടിലുള്ള ഘോഷയാത്രയൊക്കെ പോലെ തോന്നിട്ടോ ഞാനിത് കണ്ടപ്പോൾ.
ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 1.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ടോക്കിയോ എത്തും കേട്ടോ, ടോക്കിയോ സ്റ്റേഷൻ. അപ്പോൾ ഫുസ ഫെസ്റ്റ് അല്ലെങ്കിൽ ഫുസ തനാബത്ത ഫെസ്റ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഫെസ്റ്റാണെന്നാണ് ഇവിടുന്ന് ഒരു അപ്പാപ്പൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങളൊരു ജാപ്പനീസ് അപ്പാപ്പനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏകദേശം ടോക്കിയോ റീജിയനിലുള്ള ഏകദേശം ആൾക്കാരും ഇവിടെ വരാറുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡാണ് ഇവിടെ കൂടുതലും ഇവർ ഇങ്ങനെ സ്ട്രീറ്റിൽ വിൽക്കുന്നതെന്നും അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ കൂടുതലും ഇവിടെ വരുന്നതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ കുറച്ച് സ്റ്റോൾ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് കളിക്കാനായിട്ട്. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, ബാക്കി ഭാഗം ഫുള്ള് ഫുഡാണ്. ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് കുറച്ച് ടോയ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ഇവർക്ക് എടുക്കാം. 300 yen ആയിരുന്നു തോന്നുന്നു ഇതിന്റെ ചാർജ് എന്ന് പറയുന്നത്. ഞാനും അർജുനനും ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ, നമ്മുടെ നാട്ടിൽ ഈ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ ഐസ് അരതിയില്ലേ, ഞാനിത് ആദ്യമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് കോഴിക്കോട് ബീച്ചിൽ പോയിരുന്നപ്പോഴാണ് കേട്ടോ. ഞാൻ പഠിച്ചതൊക്കെ കോഴിക്കോടാണ്, അപ്പൊ പിന്നെ ഇടക്കൊക്കെ പോകാറുണ്ടായിരുന്നു. അങ്ങനെ ബീച്ചിൽ നിന്ന് കഴിച്ചതാണ് എനിക്കിത് ഓർമ്മ. അന്ന് ആദ്യം കഴിച്ചപ്പോൾ എനിക്കിത് അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു ഫാനായിരുന്നു. ഇവിടെ കണ്ടപ്പോൾ പിന്നെ പറയണ്ടല്ലോ, കണ്ടപ്പോഴേ ഞാൻ വാങ്ങിച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആദ്യം കണ്ടത് ഞങ്ങൾ ഫസ്റ്റ് കഴിച്ചത്, ഇത് കാണുന്നത് രണ്ടാമത് പിന്നും ഇത് കഴിക്കാൻ പോയതാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മെല്ലെ വീട്ടിലേക്ക് നടന്നു. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന ഷോർട്സ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഉപകാരമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye-bye.